നമ്മുടെ ഈ ഒരു ലോകം മാറുന്നതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പുറത്താട്ടായി പോകും. അതായത് ഇപ്പൊ ഒരു ഉഗാണ്ട, ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക അതുപോലെ കിടക്കണ പോലെ ഇപ്പോൾ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്ത്യയും കേരളവും എല്ലാം കിടക്കുന്നത്. ഓക്കെ, പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. റോബോട്ട് വന്ന കാര്യം, എ വന്ന കാര്യം, ജോബ് പോണ കാര്യം. കാരണം കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടുകാരനോട്, അവൻ ഇൻഫോ പാർക്കിലെ പഠിക്കണേ, അല്ല ജോലിക്ക് പോകണേ, അപ്പൊ ഞങ്ങളോട് ചോദിച്ചാടാ എ വരും പ്രശ്നമോ? എന്ന് വരും പ്രശ്നമില്ല. അതായത് നമുക്കറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പേടിയുള്ളൊരു കാര്യത്തിന് കണ്ണുപൊത്തി, അതായത് കണ്ണുപൊത്തി ഉത്തരം കാണുമെന്ന് പറയില്ലേ, അതായത് നടക്കില്ല, അത് അവര് ചിന്തിച്ചു കൂട്ടണാണ്. അതായത് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടില്ല, അതുപോലെ പിന്നെ ജോലിയിൽ പോവില്ല. അപ്പോ ഏറ്റവും താഴ്ന്ന ചിന്താഗതിയുള്ള ആൾക്കാരുടെ ആ ഒരു മെന്റാലിറ്റി ഇതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പേരൻസിന്റെ കാര്യം പറയണ്ട. ഓക്കെ, അവർക്ക് ജോലി എടുത്താൽ മതി, എവിടെയെങ്കിലും പോയി ജോലിക്ക് കയറണം. പക്ഷെ ഇവിടെ ജോലി ഇല്ലാത്ത കാര്യം 2034 അല്ലെങ്കിൽ 2030 ജോലിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ആമസോൺ എല്ലാം പറഞ്ഞു വിട്ടു തുടങ്ങി, എല്ലാവിധ IT ഫേംസ് എല്ലാം പറഞ്ഞു വിട്ടു തുടങ്ങി. അതായത് പണ്ട് കമ്പ്യൂട്ടർ വന്ന പോലെ തന്നെ. അപ്പൊ ഇതൊന്നും തിരിച്ചറിയാത്ത ആ ഒരു സമൂഹം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ കാനഡ, ഈ പറയുന്ന ഓസ്ട്രേലിയ, ഇവരെല്ലാം പ്രസിഡന്റുമാരെല്ലാവരും, അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നത് ഇല്ലീഗൽ ഏലിയൻസ്, അതായത് നമ്മളെ ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന ആൾക്കാർ, ഓക്കെ, സുന്ദർ പിച്ചൈനെ ഇതുപോലത്തെ ബുദ്ധിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി അവർ വിസ ഇങ്ങോട്ട് അയച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ പറയുന്നു ഏലിയൻസ്. അപ്പൊ ഏലിയൻസിനെ എല്ലാം തുരത്തണം. അപ്പൊ എന്നിട്ടും ഇതുവരെ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, 20 ലക്ഷം 30 ലക്ഷം കൊടുത്ത്. ഓക്കെ, അപ്പൊ അതാണ് ഫ്യൂച്ചർ. ഇനി അവരെല്ലാം ഒരു ബാങ്ക് കറപ്ഷൻ ഒക്കെ വന്ന് ഇങ്ങോട്ട് തിരിച്ചു വിടും. ഓക്കെ, ലോണൊക്കെ എങ്ങനെ നടക്കും? 20 ലക്ഷം 50 ലക്ഷം എല്ലാം കൊടുത്താണ് നിങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വലിയൊരു കടക്കണിയിലാവും. ഇതെല്ലാം ബാധിക്കപ്പെടുന്നത് ആ ഒരു ഇന്റലിജന്റ് അല്ലാത്ത ആൾക്കാർക്കാണ്. അതായത് ഇപ്പൊ ഈ പറയുന്ന ഡൽഹിയിലാണെങ്കിൽ പോലും അവിടെ ഒരിക്കലും ഒരു സിനിമാ നടന്മാരോ പൊളിറ്റീഷ്യൻസോ ഒന്നും ആ ഒരു വിശപ്പൊക്കെ ശ്വസിക്കില്ല. അവരെല്ലാം വിദേശത്തായിരിക്കും. അവിടുത്തെ ആ ഒരു ലോക്കൽസ് ആൾക്കാർ, അതായത് പ്രതികരിക്കാത്ത ആ ഒരു പുഴുക്കള്, ഓക്കെ, പുഴുക്കള്, എലികള്, കുരങ്ങന്മാര്, ഇതാണ് ആ ഒരു ചാട്ട്. ഓക്കെ, അപ്പൊ അവരാണ് ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രതികരിക്കാത്ത ആൾക്കാർ. അപ്പൊ അത് തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു, കേരളത്തിലും ഇന്ത്യയിലെല്ലാം എത്തിക്കഴിഞ്ഞു. ഓക്കെ, ജോബില്ല, ഒന്നുമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി 10 ലക്ഷം പേര് ChatGPT ചോദിക്കുന്നു. അപ്പൊ ആ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞു. അപ്പോ ഇനി സ്റ്റോപ്പ് ചെയ്യിക്കണം. കാരണം സ്റ്റോപ്പ് ചെയ്യിച്ചില്ലെങ്കിൽ എന്താണ്, എനിക്ക് മാത്രമായിട്ടൊരു രക്ഷ വേണ്ട. കാരണം റിലാക്സോസുള്ള കമ്പനി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരു സെന്റ് എന്റെ ആ ഒരു ബ്രീത്തിങ് അല്ലെ പ്യൂർ പ്രാണം പ്രൊവൈഡ് ചെയ്യുന്ന 40 ലക്ഷം രൂപ ഞാൻ ചാർജ് ചെയ്യണം. ഓക്കെ, സ്ക്വയർ ഫീറ്റിന് 15,000 രൂപ. അപ്പൊ എന്നെ സംബന്ധിച്ച് വേണമെങ്കിൽ എനിക്ക് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോവാം. എനിക്ക് നല്ലൊരു അൾട്രാ ലക്ഷറിയസ് ലൈഫ് എനിക്ക് കിട്ടും. പക്ഷെ അത് വേണ്ട. കാരണം എനിക്ക് 25 വയസ്സായി. എന്റെ ഒപ്പമുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവരുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, അവരുടെ ഉള്ളിൽ എന്തായിരിക്കും എനിക്കറിയാം. കാരണം ഞാൻ 2021 മുതലേ ഇങ്ങനെ ഈ വഴി വന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ഭാവി തലമുറ, എന്റെ ബാഹു, കാശി, അതുപോലെ കുഞ്ഞു ചെറുതുങ്ങള്. അപ്പൊ അവർക്കെല്ലാം സന്തോഷം, സമാധാനവും ആരോഗ്യം കിട്ടണം ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ ഞാൻ വരുത്തും. അങ്ങനെ 2050 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എല്ലാം ഓക്കെ, പെർഫെക്റ്റ് ആയിരിക്കണം. എല്ലാവർക്കും സമാധാനം, സന്തോഷം, ആരോഗ്യം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ശുദ്ധമായ വെള്ളം കുടിക്കണം, ശുദ്ധമായ പ്രാണവായു ശ്വസിക്കണം. അതോടൊപ്പം ഡിവൈഡ് ആൻഡ് റോൾ ഒന്നും കാണിക്കൊന്നുമില്ല. ഓക്കെ, ജാതി മാർഗമൊന്നുമില്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങളും അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു കാരുണ്യം എന്ന് പറഞ്ഞൊരു ജീവിതം, അത് തന്നെയാണ് എന്റെ സ്വപ്നം. അത് തന്നെ ഞാൻ പ്രാവർത്തികമാക്കും. ഓക്കെ.